അപ്പോൾ നമുക്ക് ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ DTP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പേജ് മേക്കറാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. പബ്ലിക്കേഷൻ, പ്രിന്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫോർത്ത് മൊഡ്യൂൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ റെക്കോർഡിംഗ് ഇട്ട് വെക്കാം. തേർഡ് മൊഡ്യൂൾ ഏകദേശം പവർ പോയിന്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഏകദേശം അത് കഴിഞ്ഞു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ടുതരാം. ക്ലാസ് വേഗം തീർത്തേക്കാൻ വെച്ചിട്ട്. അപ്പം അടുത്തത് പേജ് മേക്കർ, ഫോർത്ത് മൊഡ്യൂളാണ്. പിന്നെ ഫിഫ്ത്ത് മൊഡ്യൂൾ ടാലി അക്കൗണ്ടിങ്, ചെറിയൊരു ടോപ്പിക്കേ ഉള്ളൂ. ഇതും ഒരു ചെറിയ 6 മണിക്കൂറാണ് അതിൽ പറയുന്നില്ല. അപ്പം ചെറിയൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ചോദിക്കുന്നുണ്ട്. ടൂൾസ് ബോക്സും നിങ്ങൾക്ക് വാട്ട് ഈസ് എ DTP, നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ DTP ആണ്. നമുക്ക് ഇത് ശരിക്കും മെയിനായിട്ട് ലാബ് ചെയ്തിട്ട് പഠിക്കേണ്ട സംഭവമാണ്. പക്ഷെ നിങ്ങൾക്ക് ലാബ് എന്ന് പറയുന്നത് പബ്ലിക്കേഷൻസിനെ പറയുന്നില്ല. ഇപ്പം DTP മെയിനായിട്ട് പേജ് മേക്കർ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ തിയറി ഇതാണ് പറയുന്നുള്ളത്. അപ്പോൾ തിയറിക്ക് വരുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെ സിലബസും മാത്രം വെച്ചിട്ടൊരു നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. ഈ നോട്ട് വെച്ചിട്ടൊരു ക്ലാസ് പറയാം. ചെയ്യുന്നതിനെക്കാണി നോട്ട് വെച്ചിട്ട് ക്ലാസ് പറയുന്നതാണ് ഇപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, ലാബെന്ന് വൃത്തിക്ക് പറഞ്ഞുതരാം. നെക്സ്റ്റ് വാട്ട് ഈസ് അടുത്ത ടോപ്പിക് എന്താണ്? DTP. ഇപ്പൊ DTP എല്ലാവർക്കും അറിയില്ല അല്ലെ? DTPന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയും അല്ലെ? അപ്പൊ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ is the production of page begins with your computer using special DTP software that integrated text and images. Text to images എല്ലാം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് DTP. DTP എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഫസ്റ്റ് DTP കണ്ടുപിടിച്ചത് mid-80s പറഞ്ഞു അല്ലെ? പിന്നെ 90s ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നാ പറയുന്നത് അല്ലെ? ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി കുറെ വേർഡിൽ തന്നെ നമുക്ക് DTP അഡ്വാൻസ്ഡ് വേർഡ് എല്ലാം ആകുമ്പോഴത്തേക്ക് എല്ലാ DTP ഓപ്ഷൻസും വേർഡിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം അഡ്വാൻസ് വേർഷൻസിൽ. സാധാരണ ടെക്സ്റ്റിങ്ങിന്റെ മൂവിങ്, ടെക്സ്റ്റ് ഇമേജിന്റെ ആനിമേ, പിന്നെ ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളല്ല. ഫോട്ടോഷോപ്പ് അല്ല, എക്സാമ്പിൾസ് ഏതെല്ലാന്ന്? ഫോട്ടോഷോപ്പ് അറിയില്ലേ? അതൊരു DTP ആണ് അല്ലെ? പിന്നെ കോറൽ ഡ്രോ, പണ്ടത്തെ പഴയ ഉപയോഗിക്കുന്നതാണ് കോറൽ ഡ്രോ, ഫോട്ടോഷോപ്പ്, പേജ് മേക്കർ ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നില്ല. പിന്നെ മൈക്രോസോഫ്റ്റ് പബ്ലിഷിംഗ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് ടൂളിൽ തന്നെ ഇതൊക്കെ ഉണ്ട്, പബ്ലിഷിംഗ് ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സിലബസിൽ പറയുന്നത് ഏതാണ്? പേജ് മേക്കറിന്റെ ടൂൾസ് ആണ് അല്ലെ? പബ്ലിക്കേഷൻ, ഹൗ ടു ക്രിയേറ്റ് എ പബ്ലിക്കേഷൻ, എങ്ങനെയാണ് അതിന്റെ ടൂൾ ബോക്സ്, അതിനെ പറ്റിയിട്ടാണ് സിലബസ് പറഞ്ഞത്. അതുകൊണ്ട് സിലബസ് നോക്കിയിട്ടില്ല, പഠിപ്പിക്കുക. അപ്പൊ DTP എന്താണ്? ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. യൂസ് ഓഫ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഏതെല്ലാം യൂസ് ചെയ്യാൻ പോയിന്റ്സ്? ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ദി ലേഔട്ട് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ഡിഫറെന്റ് പബ്ലിക്കേഷൻസ് അല്ലേ? ഡെസ്ക്ടോപ്പ് പബ്ലിക്കേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ഡിഫറെന്റ് പബ്ലിക്കേഷൻ സച്ച് ആസ്, നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കാണാനില്ലേ? ചെറിയ കോളത്തിൽ അഡ്വർടൈസ്മെന്റ്, ഒരു കറക്റ്റ് സൈസിൽ ലെങ്ത്തും വിഡ്ത്തും ചെറിയ ചെറിയ അഡ്വർടൈസ്മെന്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് കാണുന്നുണ്ടായില്ലേ? അപ്പൊ അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകളിലും ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പേജ് മേക്കർ യൂസ് ചെയ്തിട്ട് അല്ല DTP യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പൊ വേർഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എക്സാമ്പിൾസ് അല്ല, ഇതെന്തെല്ലാണ്? യൂസ് ഓഫ് ഡെസ്ക്ടോപ്പ് പബ്ലിക്കേഷൻ ഏതാ? ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. വൗച്ചേഴ്സ്, പോസ്റ്റർ, ഫ്ലയർ, ലീഫ്ലെറ്റ്സ് ഉണ്ടാക്കാൻ, കാറ്റലോഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? DTP യൂസ് ചെയ്തു. ബുക്സ് ആൻഡ് ബുക്സ് ലൈക്ക് ഇലക്ട്രോണിക്സ് ബുക്സും ബുക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, PDF ആക്കാൻ വേണ്ടിയിട്ട് DTP യൂസ് ചെയ്യുന്നുണ്ട്. വെബ് പേജസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് DTP യൂസ് ചെയ്യുന്നുണ്ട്. ബാനേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസൈൻ ഓഫ് റെസ്യൂം. അപ്പം മെയിൻ ആയിട്ട് യൂസ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഏതാണ്? ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്. വൗച്ചേഴ്സ് സെക്കൻഡ് വൺ, വൗച്ചേഴ്സ്, വൗച്ചേഴ്സ് അല്ല, ബ്രൗഷേഴ്സ് എന്ന് പറയില്ലേ? നമ്മൾ ഈ ബ്രൗഷേഴ്സ് എല്ലാം പ്രിന്റ് ചെയ്യൂലേ ഒരു കളറിൽ ഇങ്ങനെ, അതെല്ലാവർക്കും അറിയുന്നത്. നമുക്കിപ്പം ഇത് മാത്രമല്ല, ബർത്ത്ഡേ കാർഡ് ഡിസൈൻ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. കല്യാണത്തിന്റെ
ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ ലാബിൽ നമുക്ക് ചെയ്യാം. പോസ്റ്റേഴ്സ്, ഫ്ലയർ, ലീഫ്ലെറ്റ്സ് ആൻഡ് കാറ്റലോഗ്സ് ഉണ്ടാക്കുന്നുണ്ട്, ബുക്സ് ആൻഡ് ഇ ബുക്സ്, PDF, വെബ് പേജസ്, ബാനർ, ന്യൂസ് ലെറ്റേഴ്സ്, ഡിസൈൻ ഓഫ് റെസ്യൂം, ഇതിനെല്ലാം മെയിൻ ആയിട്ടുള്ള യൂസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് അപ്പൊ നമുക്ക് അവൈലബിൾ ആയ DTP സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ് അടുത്തത് പറയുന്നത് അല്ലെ. അടുത്ത ഡിസൈൻ എക്സാമ്പിൾ അഡോബ് ഇൻ ഡിസൈൻ ഒരു എക്സാമ്പിൾ ആണ്. Pagindon.com, Quark Express, സ്ക്രൈബ്സ്, ലാറ്റക്സ്, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ, ലിബർ ഓഫീസ് റൈറ്റർ, ലിബർ ഓഫീസ് ഡ്രോ, ക്യാൻവാസ്, ഇതെല്ലാം എക്സാമ്പിൾസ്. കൂടാതെ പണ്ടെല്ലാം നമ്മൾ എന്താണ് എക്സാമ്പിൾസ് പറയല്, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഫ്ലാഷ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ DTP സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ അത് കൂടാണ്ട് ലേറ്റസ്റ്റ് പറയുന്നതാണ് കുറെ ലിനക്സിൽ കുറെ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ലിനക്സ് ബേസ്ഡ് ആണ് ലാബ് ഉള്ളത്, ഓപ്പൺ സോഴ്സ് വെച്ചിട്ടാണ് DTP ചെയ്യാനുള്ളത്. തിയറി എന്ന് പറയുന്നത് പേജ് മേക്കറുമാണ്. ലാബ് ചെയ്യുന്നതിൽ പേജ് മേക്കർ അല്ല, അത് ഓപ്പൺ സോഴ്സിലാണ് ചെയ്യാനുള്ളത്. പേജ് മേക്കർ നമുക്ക് ലാബിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് 2010 ആക്റ്റീവ് ആവുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആ വിൻഡോ കിട്ടാത്ത. അപ്പൊ ഇത്രയും മൈക്രോസോഫ്റ്റ് വേർഡ് ഒരു DTP ആയിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് എന്താ ബാനേഴ്സും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് പബ്ലിഷർ, ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറഞ്ഞൊരു ഈ ലിബർ ഓഫീസ് റൈറ്റർ ലിനക്സിൽ വരുന്നത് കേട്ടോ. ലിബർ ഓഫീസ് ഡ്രോ ഇതായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ലിബർ ഓഫീസ് ഡ്രോ ഉള്ളത് ഏതിലാണ്? ലിനക്സിലാണ്. ക്യാൻവാസ്. ഇത്രയാണ് എക്സാമ്പിൾസ് ഓഫ് DTP. DTP എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. അപ്പൊ ഇനി ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് ഇൻ പേജ് മേക്കർ. പേജ് മേക്കറിൽ എങ്ങനെ ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. സാധാരണ വേർഡിലെല്ലാം നമ്മൾ എന്താ ചെയ്യുക, ഫയൽ മെനു ന്യൂ എടുക്കുമല്ലേ, അതേ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രം ദി ഫയൽ മെനു. ഇപ്പൊ ഈ വിൻഡോ എടുക്കാൻ കാണിച്ചു തരാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഫയൽ മെനു, സെലക്ട് ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഫയലിന് ന്യൂ, അപ്പൊ ഒരു ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ വേർഡിന്റെ പോലെയല്ല, ആ ഡയലോഗ് ബോക്സ് ആണ് ഇത്. ഡോക്യുമെന്റ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഡയലോഗ് ബോക്സ്. ഇപ്പൊ പേജ് മേക്കർ എടുക്കും. അഡോബ് പേജ് മേക്കർ സിസ്റ്റത്തിൽ ഇപ്പൊ എല്ലാവരും സിസ്റ്റത്തിലും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അഡോബ് പേജ് മേക്കർ ഇത് ലാബിൽ ഞാൻ കാണിച്ചു തരും. ഫയൽ മെനു എന്തെടുക്കുക, സെലക്ട് ന്യൂ. അതുപോലെ പേജ് മേക്കറിലും ഫയൽ മെനു ഉണ്ടാവും. ഫയൽ മെനുന്ന് സെലക്ട് ന്യൂ ഓപ്ഷൻ. അപ്പൊ ന്യൂ ഓപ്ഷൻ വരുമ്പോൾ ഇത് കണ്ട ഒരു ഡോക്യുമെന്റ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് വരും. ഡോക്യുമെന്റ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഇങ്ങനെയാണ് വരിക. അപ്പൊ അതില് ഫസ്റ്റ് എന്ന് പറഞ്ഞാല് പേജ് സൈസ്, പേജിന്റെ സൈസ്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേ A4, ഇപ്പം വിൻഡോ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കാണിക്കായിരുന്നു, അതില്ലാത്തതുകൊണ്ട് ഇതിൽ ലെറ്റർ A4, A3 ആ ടൈപ്പ് വേർഡിന്റെ പോലെ. പിന്നെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരു ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് 8.11 ലെറ്റർ സൈസും ഉണ്ടാവുക. ഇത് വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയമെൻഷൻ അതിന്റെ വിഡ്ത്ത് ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് ആ ഒരു പേജ് ഡിസൈൻ ചെയ്യുന്നതിന്റെ. നെക്സ്റ്റ് ഓറിയന്റേഷൻ, ടോള് വൈഡ്. മറ്റേതിൽ നമ്മൾ എന്താ പറയല്, ഓറിയന്റേഷൻ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് എന്ന് പറയുന്നതിന് പകരം ഇതിൽ ഓറിയന്റേഷൻ എന്താണ്, ടോള് വൈഡ്. പിന്നെ ഓപ്ഷൻ, കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഡബിൾ സൈഡഡ് വേണോ, ഫേസിംഗ് പേജസ് വേണോ, അഡ്ജസ്റ്റ് ലേഔട്ട് വേണോ, റീസ്റ്റാർട്ട്, ഇത് നമുക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഡബിൾ സൈഡഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ആയിട്ട് ഒരു ഫേസിംഗ് പേജ് വേണമെങ്കിൽ ഈ ഫേസിന്റെ ഫേസ് ചെയ്ത് അപ്പുറത്തെ പേജ്. ഇതെല്ലാം ലാബ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. പിന്നെ നിങ്ങൾക്ക് പേജ് മേക്കർ ലാബ് ഇല്ല, തിയറി മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഡോക്യുമെന്റ് സെറ്റപ്പ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓപ്ഷൻസ് മാത്രം നോക്കുക. പേജ് സൈസ്, ഡയമെൻഷൻ, ഓറിയന്റേഷൻ, ഓപ്ഷൻസ്, ഡബിൾ സൈഡഡ്, ഫേസിംഗ് പേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് പേജസ്, ഒരു പേജേ ഉള്ളൂ. അതായത് ഒരു പേജ് മാത്രമേ വേണ്ടെങ്കിൽ ഒരു പേജ്, 2 പേജ് തന്നെ വേണമെങ്കിൽ 2 പേജ്, അങ്ങനെ ഒരു പേജ്. പിന്നെ ഇൻസൈഡ്, ഇതെല്ലാം മാർജിൻസ്, അതായത് അതിന് മാർജിൻ ഉണ്ടാവില്ല. ഒരു പേജ് ഉണ്ടാകുമ്പോൾ അതിന് മാർജിൻ സെറ്റിംഗ്സ്, ടോപ്പ് മാർജിൻ, ഔട്ട്സൈഡ് മാർജിൻ, ബോട്ടം മാർജിൻ, ലെഫ്റ്റ് മാർജിൻ. അപ്പൊ എന്തെല്ലാം ഓപ്ഷൻ ഡോക്യുമെന്റ് സെറ്റപ്പ് വിൻഡോയിൽ ഉള്ളത്, പേജ് സൈസ് ഉണ്ട്, ഡയമെൻഷൻ ഉണ്ട്, ഓറിയന്റേഷൻ ഉണ്ട്, കുറെ ഓപ്ഷൻ, എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ആ പേജ് ഓപ്ഷൻസ്, ഡബിൾ സൈഡഡ്, ഫേസിംഗ് പേജസ്, അഡ്ജസ്റ്റ് ലേഔട്ട്, റീസ്റ്റാർട്ട് ഫ്രം പേജ് നമ്പറിംഗ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നമ്പർ ഓഫ് പേജസ്,
നമ്പർ ഓഫ് പേജസ് കൊടുക്കുക, സ്റ്റാർട്ട് പേജ് എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് കൊടുക്കുക. മാർജിൻ സെറ്റിംഗ്സിൽ ഇൻസൈഡ് മാർജിൻ ഉണ്ട്, ടോപ്പ് മാർജിൻ ഉണ്ട്, ഔട്ട്സൈഡ് മാർജിൻ ഉണ്ട്, ബോട്ടം. ഇതെല്ലാം ഒറ്റ വിൻഡോയിൽ തന്നെ സെറ്റ് ചെയ്യും. നമ്മൾ വേർഡിലാണെങ്കിലോ പേജ് സെറ്റപ്പ് പോയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യണം. ഇതാ ഫസ്റ്റ് എടുക്കുന്ന വിൻഡോസിൽ തന്നെ പേജിൽ തന്നെ നമുക്ക് എല്ലാ സെറ്റിംഗ്സും വന്നു അല്ലെ. ഫയൽ ന്യൂവിൽ തന്നെ എന്ത് വന്നു, ഈ ഓപ്ഷൻസ് വന്നു. വേർഡിലാണെങ്കിൽ ഫയൽ ന്യൂ എന്ന് പറയുമ്പോൾ ഒരു വേർഡ് വിൻഡോ വരും. അതിന് പകരം ഇതിൽ എന്ത് ചെയ്യും, പേജ് സെറ്റപ്പ് എല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ റെസൊല്യൂഷൻ, ഔട്ട്പുട്ട് റെസൊല്യൂഷൻ, ആ പ്രിന്റ് ചെയ്യുന്നതിന്റെ റെസൊല്യൂഷൻ, ഇത്ര റെസൊല്യൂഷൻ, ഇത് 300 dpi, അതായത് അതിന്റെ പ്രിന്റിങ്ങിന്റെ ക്വാളിറ്റി. ഇത് കളർ പ്രിന്റിംഗ് അല്ലല്ലേ ചെയ്യാം, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല കളറിലല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ റെസൊല്യൂഷൻ എല്ലാം വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഇതാണ് ഡോക്യുമെന്റ് സെറ്റപ്പ് വിൻഡോയിൽ പേജ് മേക്കർ. അപ്പൊ ഫസ്റ്റ് എന്നാ ഹൗ ടു ക്രിയേറ്റ് എ ഡോക്യുമെന്റ് ഫ്രം ദി ഫയൽ മെനു, സെലക്ട് ന്യൂ. അപ്പൊ ഡോക്യുമെന്റ് സെറ്റപ്പ് ചെയ്യാം. ഇത്രേ ഇതുണ്ട്, മേക്ക് ദി അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് ഇൻ ദി ഡോക്യുമെന്റ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് നമ്മൾ വേണ്ടുന്നത് വരുത്തുക. ദെൻ ക്ലിക്ക് ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടുന്ന ചേഞ്ചസ് എല്ലാം വരുത്തിയതിനു ശേഷം ക്ലിക്ക് ഓക്കെ ബട്ടൺ. ഇത്രയാണ് ഹൗ ടു ക്രിയേറ്റ് എ പേജ് മേക്കർ ഇൻ ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഇൻ പേജ് മേക്കർ. ഓക്കെ, അല്ലെ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ എങ്ങനെ പ്രിന്റ് ചെയ്യാം ചോദിച്ചാൽ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ് ഇങ്ങനെയാണ്. അപ്പൊ ഇതിനെ ഒരു പബ്ലിക്കേഷൻസ് എന്നും പറയും. ജസ്റ്റ് ഒരു ന്യൂ പബ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഇനി ആ സെറ്റപ്പ് ഡയലോഗ് ബോക്സിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഇത്. ഞാൻ പറഞ്ഞു അല്ലെ. ഡോക്യുമെന്റ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് അലോ ടു ഡിറ്റർമിൻ വാട്ട് യുവർ ഡോക്യുമെന്റ് ലുക്ക് ലൈക്ക്, സെറ്റിംഗ് മാർജിൻസ്, പേജ് സൈസ്, നമ്പർ ഓഫ് പേജസ് ആൻഡ് സ്റ്റാർട്ട് പേജ്. ഇൻ പേജ് മേക്കർ സ്റ്റാൻഡേർഡ് മാർജിൻ സെറ്റിംഗ്സ് ആർ ഇൻ ഇഞ്ചസ്. ഇഞ്ചസിലാണ്. ഇൻസൈഡിൽ ലെഫ്റ്റ് 1, ഔട്ട്സൈഡിൽ 0.75, ടോപ്പിൽ 0.75, ബോട്ടം 0.7. യു ക്യാൻ അഡ്ജസ്റ്റ് ദം ടു ഫിറ്റ് യുവർ നീഡ്സ്. സെറ്റിംഗ്സ് മാർജിൻ ആൻഡ് പേജ് സൈസ്, നമ്പർ ഓഫ് പേജസ് എല്ലാം ഞാൻ അതിൽ കാണിച്ചതില്ല. അത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാന്നാ പറയുന്നത്. പേജ് ഡയമെൻഷൻ, പേജ് ഡയമെൻഷൻ എങ്ങനെയാ പറഞ്ഞത്, 8.5 into 11 ആണ് ലെറ്റർ സൈസിൽ. അതിൽ നമുക്ക് ചേഞ്ച് ദി ഡയമെൻഷൻ ഇൻ ദി ഡയലോഗ് ബോക്സ് ബൈ ടൈപ്പിംഗ് എ ന്യൂ നമ്പർ. ഓക്കെ, ന്യൂ നമ്പർ 8.5, അതാണ് ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഏതാണ് ഇത്? ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് താഴെ കൊടുത്ത നോട്ട്. ഓക്കെ, ചേഞ്ച് ദി ഡയമെൻഷൻ ഇൻ ദി സെലക്ടഡ് ടെക്സ്റ്റ്, ടൈപ്പിംഗ് ദി നമ്പർ, സെലക്ട് ഡിഫറെന്റ് ബോക്സ് ബൈ പ്രസിംഗ് ടാബ്. ഇനി പേജ് ഓറിയന്റേഷൻ. പേജിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ഏത്, ടോൾ ആണോ വൈഡ് ആണോ എന്ന് പറയുന്നത് പേജിന്റെ ഓറിയന്റേഷൻ. അഡ്ജസ്റ്റ് നമ്പർ ഓഫ് പേജസ്, ചേഞ്ച് ദി നമ്പർ ഓഫ് പേജസ് ബൈ ടൈപ്പിംഗ് ദി അപ്രോപ്രിയേറ്റ് നമ്പർ ഇൻ നമ്പർ ഓഫ്. അതർ ഓപ്ഷൻസ്, അതർ ഓപ്ഷൻസിൽ എന്തെല്ലാം വരുന്നത്, ഇത് ഈ അതർ ഓപ്ഷൻസ് ആണ് പറയുന്നത്. അതർ ഓപ്ഷൻസിൽ എന്തെല്ലാം വരുന്നത്, പേജസ് ക്യാൻ ബി സെറ്റപ്പ് ആ സിംഗിൾ ആക്കാം, ഡബിൾ സൈഡഡ് ഓർ ഫേസിംഗ്. പേജസ് കാനോട്ട് ബി ഫേസിംഗ് അൺലെസ് ദേ ആർ ഡബിൾ സൈഡഡ്. ഡബിൾ സൈഡഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തായിട്ട്, ഫേസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പേജ് തൊട്ടടുത്ത പേജ് അങ്ങനെയുള്ളത്. ഓക്കെ, ഫോർ എ സിംഗിൾ സൈഡഡ് പേജ് ദർ ഷുഡ് ബി നോ ഓപ്ഷൻ സെലക്ട്. ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ ഷുഡ് ബി ഹെൽപ്പ് വിത്ത് യുവർ ഡിസിഷൻ മേക്കിംഗ്. ഇനി സിംഗിൾ സൈഡഡ് എന്ന് പറഞ്ഞാൽ എന്നാ, അതിൽ വരുന്ന സിംഗിൾ പേജസ് ഷോ ഓൺലി 1 പേജ് അറ്റ് എ ടൈം ഓൺ ദി സ്ക്രീൻ ആൻഡ് ഓൺലി 1 മാസ്റ്റർ പേജ് ഇസ് ക്രിയേറ്റഡ്. സിംഗിൾ സൈഡഡ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് മാത്രമേ ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. ഡബിൾ സൈഡഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ 2 pages, also only 1 page at a time on the screen. However, 2 master pages are created. This option is appropriate for publication that will be printed on both sides of a page. ഡബിൾ സൈഡഡ് ആണ് നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സൈഡേ ഉണ്ടാവുള്ളൂ, പക്ഷെ 2 പേജ് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ ഇതെന്തിനോ ഓപ്ഷൻ എന്തിനാ ഉപയോഗിക്കുന്നത്, നമുക്ക് 2 സൈഡിലും പ്രിന്റ് എടുക്കാം, ബോത്ത് സൈഡിലും പ്രിന്റ് എടുക്കാൻ എന്ന രീതിയിലുള്ള പബ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ സൈഡഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഫേസിംഗ് എന്താണ്, ഫേസിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ് 2 pages at a time on the both the screen. അറ്റ് എ ടൈമിൽ 2 പേജ് കാണിക്കും. എക്സെപ്റ്റ് പേജ് 1 which is displayed alone. This selection is appropriate if you are setting up a magazine or booklet because the pages are set up to face to each other. അല്ലെ, മാഗസിനും ബുക്ക്ലെറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണോ ഒരു പേജ് പിന്നെ അടുത്ത ഫേസ് ചെയ്തിട്ട് അടുത്ത പേജ് അങ്ങനെയില്ല. മാഗസിൻസും അതൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വെക്കണം, ഫേസിംഗ് എന്നില്ല ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഡബിൾ സൈഡ് അപ്പുറത്ത് ഇപ്പുറത്ത് വന്ന് ഫേസിംഗ് മാഗസിൻ എല്ലാം പേജ് വൈസ് ക്രിയേറ്റ് ചെയ്യണ്ടേ, അതിനെ ഫേസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇതിൽ വരുന്ന ഈ ഓപ്ഷൻസിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഈ പറഞ്ഞത്. ഏത്
ഓപ്ഷൻസ് ഡബിൾ സൈഡഡ് ഫേസിംഗ് പേജസ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്. സിംഗിൾ പേജ്, ഡബിൾ സൈഡഡ് ഫേസിംഗ്. ഇനി ഹൗ ടു സേവ് എങ്ങനെയാണ് ഒരു പേജ് മേക്കർ ഫയൽ സേവ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഇങ്ങനെയെല്ലാം സെറ്റാക്കി ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. പേജ് മേക്കർ അലോ യു ടു സേവ് യുവർ ഡോക്യുമെന്റ് ആസ് പബ്ലിക്കേഷൻ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും, ഓർ ഇറ്റ് വിൽ സേവ് ആസ് എ കോപ്പി ഓഫ് യുവർ പേജ് മേക്കർ 7.0 ഡോക്യുമെന്റ് ഇൻ എ 6.5 ഫോർമാറ്റ്. നമുക്കിപ്പം വേർഷൻ നിങ്ങളെ സിലബസിൽ പറയുന്ന 7 എന്ന് പറയുന്ന പേജ് മേക്കർ 7 ആണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, 7ലുള്ള ഡോക്യുമെന്റ് 6.5 ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന അവർ പറയുന്നു. നമുക്ക് ഏതെല്ലാം രീതിയിൽ പേജ് മേക്കർ സേവ് ചെയ്യാൻ പറ്റും? പേജ് മേക്കർ ഡോക്യുമെന്റ് ഒരു പബ്ലിക്കേഷൻ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും, ഒരു ടെംപ്ലേറ്റ് ആയി സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 6.5 ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ പറ്റും. സേവിങ് എ ഡോക്യുമെന്റ് ഇൻ ഏർലിയർ വേർഷൻ allows you to share file with others you do not have the same version of PageMaker as you. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ പേജ് മേക്കർ 7 ഉള്ളൂ എങ്കിൽ 6.5 എന്ന് പറയുന്ന വേർഷൻ, വേറെ ഒരാളെ സിസ്റ്റത്തിൽ 6.5 ഉള്ളതെങ്കിൽ നമുക്ക് ആ വേർഷനിലേക്ക് സേവ് ചെയ്തിട്ട് ആ ഫയൽ 6.5 ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ 7ഉം പേജ് മേക്കർ 7ഉം നിങ്ങളുടെ സിസ്റ്റത്തിൽ 6.5 ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന പേജ് മേക്കർ വർക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. സേവിങ് ഫയൽ യൂസിങ് സേവ് ആസ് ഓപ്ഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യാം. ഓക്കെ, പബ്ലിക്കേഷൻ ആയിട്ട് സേവ് ചെയ്യുക, ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യുക, കോപ്പിയോ അങ്ങനെ. പിന്നെ സേവിങ് ഫോർ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈമിൽ എങ്ങനെ സേവ് ചെയ്യുക? സാധാരണ സേവ് അല്ലേ, save as allow you to the name the file. Do not pan or you choose the save option instead of save as the first time you save your document. PageMaker will always generate a save as dialog box if you are attempting to save an unlighted document. PageMaker എപ്പോഴും സേവ് ആസ് എന്ന് പറയുന്നത്, നമ്മൾ വേർഡിലായാലും സേവ് ചെയ്യുമ്പോൾ സേവ് ആസ് തന്നെയല്ലേ വരുന്നത്. അപ്പൊ ആദ്യം ഒരു അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് വരും, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു പേര് കൊടുക്കണം. അതാണ് ഫസ്റ്റ് ടൈം സേവ് എന്ന് പറയാം. സേവ് ആസ് കൊടുത്തിട്ടാണ് വേറെ പേരിൽ സേവ് ചെയ്യുക. അതിൽ തന്നെ മോഡിഫിക്കേഷൻ ചെയ്ത് സേവ് ചെയ്യുന്നുണ്ട്, സേവ് ബട്ടൺ അല്ലേ ക്ലിക്ക് ചെയ്യുക, സെയിം ഓപ്ഷൻ ആണ്. സേവിങ് ഓഫ് ഫസ്റ്റ് ടൈം നമ്മളൊരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലൊരു പബ്ലിക്കേഷൻ ഒരു പേര് കൊടുക്കുക, സേവ് ബട്ടൺ, ഓക്കെ ക്ലിക്ക് ചെയ്യുക. സേവിങ് അണ്ടർ ന്യൂ നെയിം, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം എങ്ങനെ സേവ്, പിന്നെ ന്യൂ നെയിമിൽ എങ്ങനെ സേവ്, പേർ നെയിമിൽ സേവ് ചെയ്യണമെങ്കിലോ ഇഫ് യു വാണ്ട് ടു കോപ്പി യുവർ ഫയൽ സേവ്ഡ് വിത്ത് എ ന്യൂ നെയിം യു സേവ് ആസ് ടു റീനെയിം ദി ഫയൽ. സേവ് ആസ് ചെയ്യും, സെയിം വേർഡിൽ ചെയ്യുന്നത് തന്നെ ഓപ്ഷൻ അല്ലെ. സേവ് ആസ് വേർഡ് ചെയ്തവർക്ക് ഏത് ഫയൽ മെനു നോക്കിയാലും മനസ്സിലാവും. അപ്പൊ സേവ് ആസ് ബട്ടൺ എടുക്കുക, നമുക്ക് ആ ഒറിജിനൽ ടൈറ്റിൽ മാറ്റിയിട്ട് വേറൊരു ടൈറ്റിൽ ആക്കാം. ദി ഒറിജിനേറ്റഡ് ടൈറ്റിൽ ഡോക്യുമെന്റ് വിൽ റിമെയിൻ ആസ് ഇറ്റ് വാസ് ദി ലാസ്റ്റ് സേവ്. ദി ന്യൂ ഫയൽ നെയിം വിൽ അപ്പിയർ ഇൻ ദി ടൈറ്റിൽ ബാർ ആൻഡ് എനി അഡീഷണൽ സേവ്സ് വിൽ ബി ഇൻ ടു ദി ന്യൂ ഫയൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫയൽ സേവ് ചെയ്തിട്ട് ഒരു ഓൾറെഡി ഉള്ള ഫയൽ നമുക്ക് ഒരാൾ ചെയ്ത വർക്കിനെ മോഡിഫൈ ചെയ്തിട്ട് വേറൊരു ഫയൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഫയലിൽ സേവ് ആസ് ബട്ടൺ എടുക്കുക, എന്നിട്ട് പുതിയ നെയിം കൊടുക്കുക, ഓക്കെ ബട്ടൺ അടിക്കുക. വേർഡിലായാലും അങ്ങനെ തന്നെയല്ലേ ചെയ്ത്, സെയിം ഓപ്ഷനാണ് ഏതിലും. ഇതാണ് പേജ് മേക്കറിലും. ഇനി സേവ് ആസ് ടെംപ്ലേറ്റ് ആയിട്ട് എങ്ങനെ സേവ് ചെയ്യാം? ഇഫ് യു വാണ്ട് ടു സേവ് യുവർ ഫോർമാറ്റിംഗ് ഓർ യൂസ് ആൻഡ് സബ്സിക്വന്റ് ഡോക്യുമെന്റ് യു സേവ് ആസ് to the file as a template for information refer to creating a template. അപ്പോൾ ടെംപ്ലേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സേവ് ആസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. കോമ്പാക്ടിങ് എ ലാർജ് ഫയൽ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സേവ് ചെയ്യും? ഇഫ് എ ലാർജ് പേജ് മേക്കർ ഡോക്യുമെന്റ് ഈസ് ടേക്ക് ടു മച്ച് ഡിസ്ക് സ്പേസ്. അതെ, ഈ പേജ് മേക്കർ ഫയൽ വേർഡ് ഡോക്യുമെന്റ് പോലെയല്ല, നമ്മളെല്ലാം പബ്ലിക്കേഷൻസും അതും ഒരുപാട് വർക്ക് എല്ലാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മോർ ഡിസ്ക് സ്പേസ് അക്വയർ ചെയ്യും. ചൂസ് ദി സേവ് ആസ് ഓപ്ഷൻ ബട്ട് ഡു നോട്ട് ചേഞ്ച് ദി ഡോക്യുമെന്റ് നെയിം ഓർ ലൊക്കേഷൻ. പേജ് മേക്കർ വിൽ ആസ്ക് if you want to replace the existing file with the same name, thus click as the file will essentially recognize it's on the disk and take up less disk space. ലൊക്കേഷൻ ഒന്നും ചേഞ്ച് ചെയ്യാൻ, അതായത് വേറെ ലൊക്കേഷൻ ഇങ്ങനെ ചോദിക്കുന്ന പറയുന്നത് അല്ലെ. ചൂസ് ദി സേവ് ആസ് ഓപ്ഷൻ ചെയ്യുക, ബട്ട് ഡു നോട്ട് ചേഞ്ച് ദി ഡോക്യുമെന്റ്സ് നെയിം ഓർ ലൊക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
ഡോക്യുമെന്റ് നെയിമോ ലൊക്കേഷനോ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ പേജ് മേക്കർ ചോദിക്കും, പേജ് മേക്കർ വിൽ ആസ്ക് ഇഫ് യു വാണ്ട് ടു റീപ്ലേസ് ദി എക്സിസ്റ്റിംഗ് ഫയൽ വിത്ത് ദി സെയിം നെയിം. അതായത് ഈ എക്സിസ്റ്റിംഗ് ഫയൽ സെയിം ഇതേ നെയിമിൽ തന്നെ സേവ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് എസ് എന്ന് കൊടുത്താല് ലെസ് ഡിസ്ക് സ്പേസ് ചെയ്യൂലൂ എന്നാ പറയുന്നത്. അപ്പൊ പ്രശ്നമില്ല, വലിയ ലാർജ് ഫയലിലാണെങ്കിൽ ഇങ്ങനെയുള്ള സേവ് ആസ് ഓപ്ഷൻ എടുത്തിട്ട് അതേ ഫയലിൽ സേവ് ചെയ്താൽ മതി. സേവ് ആസ്. അപ്പൊ സേവ് ആസിന്റെ വിൻഡോ ആണ് കാണിക്കുന്നത്. യൂസ് എ സേവ് ആസ് ഓപ്ഷൻ ടു സേവ് യുവർ ഫയൽ അറ്റ് ഫസ്റ്റ് ടൈം, ടു സേവ് എ ഫയൽ അണ്ടർ എ ന്യൂ നെയിം ഓർ ടു കോമ്പാക്ട് എ ഫയൽ ഫ്രം ദി ഫയൽ മെനു. ഇതിൽ നിന്ന് എങ്ങനെയാണ് പേജ് മേക്കറിന് സേവ് ചെയ്യാന്ന്, ഫ്രം ദി ഫയൽ മെനു സെലക്ട് സേവ് ആസ്. സേവ് ആസ് ബട്ടൺ എടുക്കുക. ദി സേവ് പബ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഹൗ ടു സേവ് എ പബ്ലിക്കേഷൻ എന്ന് തിയറിയിലുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഫ്രം ദി ഫയൽ മെനു എന്തെടുക്കുക, സെലക്ട് സേവ് ആസ് എടുക്കുക. ദി സേവ് പബ്ലിക്കേഷൻ ഡയലോഗ് ബോക്സ് വിൽ, സേവ് ഡയലോഗ് ബോക്സ് നമ്മൾ വേർഡിൽ ചെയ്ത് സേവ് ഇൻ മൈ ഡോക്യുമെന്റ്സ് വേണോ അങ്ങനെ വരും അല്ലെ. ഇവിടെ വന്നിട്ട് അൺടൈറ്റിൽ ഫയൽ നെയിം കൊടുക്കുക. പിന്നെ ടൈപ്പ് പബ്ലിക്കേഷൻ വേണോ അങ്ങനെയില്ലേ. യൂസിങ് സേവ് ബട്ടൺ ഇൻ ഫുൾ ലിസ്റ്റ് ആൻഡ് നാവിഗേഷൻ വിൻഡോ നാവിഗേറ്റ് ദി ഡിസൈഡ് സേവ് ലൊക്കേഷൻ. ഇവിടുന്ന് സേവ് ലൊക്കേഷൻ എടുക്കുക. ഇൻ ദി ഫയൽ നെയിം ടെക്സ്റ്റ് ബോക്സ് ടൈപ്പ് ദി നെയിം ഓഫ് ദി ഫയൽ. ഇവിടെ ഫയലിന്റെ നെയിം ടൈപ്പ് ചെയ്യുക. Save as template or as a different version from the save as type full down list. Select ഇവിടുന്ന് ഫയൽ ടൈപ്പ് സെലക്ട് ചെയ്യാന്നാ പറയുന്നത്. സേവ് ആസ് ടൈപ്പ് ഇവിടെ ഒരു ആരോക്കെയാണ് അവിടെ ഏത് ടൈപ്പിലാണോ സേവ് ചെയ്യേണ്ടത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഹൗ ടു സേവ് ചെയ്യും. ഇത്രയും ഓപ്ഷൻസ് പറയണമെന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഇത് പറഞ്ഞാലും മതി. ഹൗ ടു സേവ് പറയുമ്പോൾ വേർഡ് ചെയ്യുന്ന പോലെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ്, ഈ ഡയലോഗ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ വരും. അതിൽ ഫയൽ നെയിം കൊടുക്കുക, സേവ് ആസ് ടൈപ്പ് കൊടുക്കുക. ഇനി യൂസിങ് സേവ് ബട്ടൺ ആണെങ്കിലോ, ഇത് സേവ് ആസ് വേറൊരു സേവ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസിങ് സേവ് ഓപ്ഷൻ ടു സേവ് അഡീഷണൽ ചേഞ്ചസ് ടു എ ഫയൽ ദാറ്റ് കേം ഇൻ പ്രീവിയസ്. നമ്മൾ ഒരിക്കൽ സേവ് ചെയ്തതിൽ പിന്നെ സേവ് ചെയ്യണമെങ്കിലോ സേവ് ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്യും. ഫ്രം ദി ഫയൽ മെനു സെലക്ട്, ജസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾറെഡി ഓപ്പൺ ചെയ്ത ഫയൽ ആണെങ്കിൽ. ഇനി എക്സിറ്റിംഗ് പേജ് മേക്കർ, നമുക്ക് സേവ് എല്ലാം ചെയ്തു. എക്സിറ്റ് ചെയ്യാം. യു ക്യാൻ എക്സിറ്റ് പേജ് മേക്കർ കംപ്ലീറ്റ്ലി ഓർ സിംപ്ലി ക്ലോസ് ദി ഡോക്യുമെന്റ് യു ആർ വർക്കിംഗ് ഓൺ ദി റിമൈനിങ് ഇൻ പേജ്. ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ടു റിമൈൻ ഇൻ പേജ് മേക്കർ ആഫ്റ്റർ ക്ലോസിംഗ്. ആ പേജ് മേക്കർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫ്രം ദി ഫയൽ മെനു സെലക്ട് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടു സേവ്, അതായത് ഒരു പബ്ലിക്കേഷൻ, അത് നമുക്ക് അറിയുന്നതല്ലേ ഒരു സംഭവം ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിന് മുന്നേ ടു സേവ് ക്ലിക്ക്. അന്നേരം എന്ത് ചോദിക്കും, സേവ് ചെയ്യണോ എന്ന് ചോദിക്കും. ക്ലിക്ക് എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് വേർഡിലായാലും അതെ, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അവർ സേവ് ചെയ്യണോന്ന് ചോദിക്കൂലേ, അപ്പൊ നമ്മൾ എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വേണ്ട നമുക്ക് ആ ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ സേവ് ചെയ്യണമെങ്കിൽ ഡോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ഓപ്ഷൻ ഉണ്ട്. പേജ് മേക്കർ ക്ലോസ് ചെയ്യാലോ. ഒരു വേർഡ് ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുമ്പോൾ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, വേർഡ് ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇതേ ഓപ്ഷൻ നമ്മൾ ആ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ചെയ്യണോ എന്നുള്ള മെസ്സേജ് ചോദിക്കും. എസ് കൊടുത്താൽ സേവ് ചെയ്യുക, നോ കൊടുത്താൽ എക്സിറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതേ ഓപ്ഷൻസ് ഇതിലും ചോദിക്കുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ട് നിങ്ങൾക്ക് തിയറിയിൽ ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തിയറിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹൗ ടു ക്രിയേറ്റ് എ പബ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ടൂൾ ബോക്സ് ഇൻ. ഇപ്പൊ പെയിന്റെല്ലാം ഇല്ല പോലെ നമുക്ക് എന്തുണ്ട്, ഇതിൽ ടൂൾ ബോക്സ് ഉണ്ട്. കുറച്ച് ക്ലിയർ കുറവാണെങ്കിൽ ഇതാണ് ടൂൾ ബോക്സ് ഇൻ പേജ് മേക്കർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം ദി ഫയൽ മെനു സെലക്ട്, ക്ലിക്ക് അതിൻ്റെ അല്ലേ നമുക്ക് ഫസ്റ്റ് ടൂൾ ബോക്സ് ഇൻ പേജ് മേക്കർ. ഫസ്റ്റ് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞാൽ പോയിന്റർ ടൂൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വരച്ചിട്ട് തന്നെ എക്സാമിന് എഴുതണം. ആകെ ഒരു ക്വസ്റ്റിനെ പേജ് മേക്കറിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ടൂൾസ് ഇൻ പേജ് മേക്കർ, ഡിഫറെന്റ് ടൂൾസ് ഇൻ പേജ് മേക്കർ. വേറെ ചോദിച്ച ക്വസ്റ്റ്യനും പറഞ്ഞുതരാം. ഫസ്റ്റ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എന്ത് ചെയ്യാൻ ഒരു ടൂൾ ബോക്സിന്റെ ഓപ്ഷൻസ് എങ്ങും പഠിച്ചു വെച്ചിരിക്കണം. എക്സ്പ്ലെയിൻ ടൂൾ ബോക്സ് ഇൻ പേജ് മേക്കർ. പേജ് മേക്കറിന്റെ ടൂൾ ബോക്സിൽ ഫസ്റ്റ് ടൂൾ ആണ് പോയിന്റർ ടൂൾ. ഇത് വരച്ചിട്ട് തന്നെ എഴുതണേ. പോയിന്റർ ടൂൾ
എന്താണ് പോയിന്റർ ടൂൾ? പോയിന്റ് സെലക്ട് ലൈൻസ്. നമ്മളിപ്പോ പേജ് മേക്കറിൽ ലൈൻസ് വരക്കാൻ പറ്റും, ടെക്സ്റ്റ് വരക്കാൻ പറ്റും എന്നെല്ലാം പറഞ്ഞില്ലേ. പേജ് മേക്കർ മെയിൻ ആയിട്ട് നമുക്ക് അതിൽ ലൈൻ വരക്കാം, ടെക്സ്റ്റ് ഡ്രോ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യും. അപ്പൊ ഈ പോയിന്റർ ടൂൾ എന്തിനാ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ, ലൈനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പേജിലെല്ലാം കാണുന്നത്. പെയിന്റിലെല്ലാം നമ്മളൊരു ഡ്രോ ചെയ്ത ലൈനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റർ ടൂൾ വെച്ച് വലിക്കുന്നില്ലേ, അത് തന്നെയാണ് പോയിന്റർ ടൂൾ. എന്തിനാ? ഇതാണ് പോയിന്റർ ടൂൾ. എന്തിനാ യൂസ് ചെയ്യുന്നത്? സെലക്ട് ലൈൻസ്, ഷേപ്സ്, ഗ്രാഫിക്സ്, ടെക്സ്റ്റ് ബോക്സസ്. ടെക്സ്റ്റ് ബോക്സ് ലൈൻസ് സെലക്ട് ചെയ്യുക, ഷേപ്പ് സെലക്ട് ചെയ്യുക, ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സസ് സെലക്ട് ചെയ്യുക. സെലക്ടഡ് ഐറ്റംസ് ക്യാൻ ബി മൂവ്ഡ്. നമുക്ക് ഐറ്റംസിനെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കാം. നമ്മൾ വേർഡിലാണെങ്കിൽ ഈ ബോക്സ് എല്ലാം വരക്കുന്നില്ലേ, അതെല്ലാം നമ്മൾ എന്താന്ന് മൗസ് വെച്ച് ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യുന്നില്ലേ. മൗസിന് പകരം മൗസിൽ ഇതിലും മൗസ് വെച്ചിട്ട് തന്നെ ചെയ്യാം, പക്ഷെ ഫസ്റ്റ് ഈ പോയിന്റർ ടൂൾ ക്ലിക്ക് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുക. ഓക്കെ, റീസൈസ് ചെയ്യുക ആൻഡ് അതർ ആട്രിബ്യൂട്ട് ചേഞ്ച്. അപ്പൊ ഞാനിപ്പോ ഇന്ന് ടൂൾ ബോക്സും കൂടിയാണ് പറയുന്നത്. അപ്പൊ പോയിന്റർ ടൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? സെലക്ട് ലൈൻസ്, ഷേപ്സ്, ഗ്രാഫിക്സ്, ടെക്സ്റ്റ് ബോക്സസ്, സെലക്ടഡ് ഐറ്റം ക്യാൻ ബി മൂവ്ഡ്, റീസൈസ്ഡ് ആൻഡ് അതർ ആട്രിബ്യൂട്ട് ചേഞ്ചസ്. അതിനാണ് ഫസ്റ്റ് ടൂൾ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്, പോയിന്റർ ടൂൾ ബോക്സ്. നെക്സ്റ്റ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് ടൂൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡിലാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ പേജ് മേക്കറിലെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പെയിന്റിൽ ചെയ്യല്? പെയിന്റിൽ ടി എന്ന് പറയുന്ന ടൂൾ അല്ല എ എന്ന് പറയുന്ന ഒരു ടൂൾ എടുത്തിട്ട് ഡ്രോ ചെയ്തിട്ടില്ലേ നമ്മൾ പെയിന്റിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യല്. പെയിന്റ് എല്ലാവർക്കും ഏകദേശം അറിയുന്നതായിരിക്കൂലേ. അതിന് പകരം പേജ് മേക്കറിലും അതുപോലെ ടെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്, ടി. സെലക്ട് ദി ടെക്സ്റ്റ് or sets insertion point or adding text. Select the text. ഈ ടി ബോക്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ടി പോയിന്റർ ടൂള് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റ് ബോക്സോ സെലക്ട് ടെക്സ്റ്റ് ഓർ സെറ്റ് ഇൻസേർഷൻ പോയിന്റ് ഫോർ ആഡിങ് ടെക്സ്റ്റ്. ഇത് ടെക്സ്റ്റിനെ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഏത്? ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനും ഇത് തന്നെ ഉപയോഗിക്കണം. പിന്നെ ഇൻസേർഷൻ പോയിന്റ് അവിടെ വെക്കാൻ, നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ടി സാധനം എടുത്തിട്ട് പേജിൽ വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ടെക്സ്റ്റിന്റെ മോഡിഫിക്കേഷൻ ഉണ്ടാവില്ലേ, അതിന്റെ ഫോണ്ട് മാറ്റുക, കളർ മാറ്റുക, ഇറ്റാലിക്സ് അണ്ടർലൈൻ എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഈ ടെക്സ്റ്റ് ടൂളാണ് യൂസ് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് സെലക്ട് ടെക്സ്റ്റ് ഇൻസേർഷൻ പോയിന്റ് ഫോർ ആഡിങ് ടെക്സ്റ്റ്, അതാണ് ടി. നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് റൊട്ടേറ്റ്. എല്ലാവർക്കും അറിയുന്നില്ല അല്ലെ, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ബോക്സോ ടെക്സ്റ്റിനെ എല്ലാം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ ഫോണിലെല്ലാം ചെയ്യുന്നത് തന്നെ അല്ലെ. റൊട്ടേറ്റ് ദി ടെക്സ്റ്റ് ബ്ലോക്സ് ആൻഡ് ഗ്രാഫിക്സ് ടു ഓൾമോസ്റ്റ് എനി ആംഗിൾ. നമ്മൾ ഈ റൊട്ടേഷൻ വേർഡിലും ചെയ്യുന്നില്ലേ, പിക്ചറിനെ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ മുകളിൽ പിടിച്ച് തിരിക്കുന്നില്ല, അതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഇത് എല്ലാവർക്കും ഈസിയാണ് അല്ലെ. പോയിന്റർ ടൂള്, ടെക്സ്റ്റ് ടൂള്. ഇത് ചെയ്ത് കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ. റൊട്ടേറ്റ് ടൂള്, റൊട്ടേറ്റ് ടെക്സ്റ്റ് ബ്ലോക്സ് ആൻഡ് ഗ്രാഫിക്സ് ടു ഓൾമോസ്റ്റ് എനി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? റൊട്ടേറ്റ് ടൂൾ. നെക്സ്റ്റ് ടൂളാണ് ക്രോപ്പ് ടൂൾ. ക്രോപ്പ് അറിയില്ലേ, എന്താണ് ക്രോപ്പ്? പിക്ചർ എല്ലാം ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഈ ടൂൾ. ക്രോപ്പ് ഗ്രാഫിക്സ്. പ്രസ് ആൻഡ് ഹോൾഡ് ദി ഷിഫ്റ്റ് കീ ടു ക്രോപ്പ് പ്രൊപ്പോർഷണലി. നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് അത് ക്രോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ മൗസ് കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ആവും. സാധാരണ ക്രോപ്പ് ചെയ്യാം പിക്ചറിനെ കറക്റ്റ് ആയിട്ട് സൈസിൽ. നമുക്കിപ്പോ ഒരാളെ പിക്ചർ വലിയ അല്ല, ഒരു പിക്ചർ ഉണ്ട് നമുക്ക് ചെറിയ സൈസിലേ വേണ്ടു, അതിന്റെ മിഡിൽ പോർഷൻ അപ്പൊ ക്രോപ്പ് ചെയ്തെടുക്കുന്നില്ലേ. ക്രോപ്പല്ല, എല്ലാവരും വാട്സപ്പിൽ പിക്ചർ ഇടാനും എല്ലാം ചെയ്യുന്നില്ല. ആ സെയിം എഫക്റ്റ് ആണ് ക്രോപ്പ് ബട്ടൺ, ക്രോപ്പ് ഗ്രാഫിക്സ്. ഓക്കെ, ലൈൻ എന്നാ ക്രിയേറ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഓൾമോസ്റ്റ് എനി ആംഗിൾ. ഒരു ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടൂളാണ് ഏത്? ലൈൻ എന്ന് പറയുന്നത്. ഈ ടൂൾ ബോക്സ് എന്തേലും യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ലൈൻ വരക്കുക. അപ്പൊ നമ്മൾ പേജ് മേക്കറിൽ ലൈൻ വരക്കണമെങ്കിൽ ലൈൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഡ്രോ ചെയ്താൽ മതി. വേർഡിലാണെങ്കിലോ ഇൻസേർട്ട് ഷേപ്സിൽ ലൈൻസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഇതിലാണെങ്കിൽ ലൈൻ എന്ന് പറഞ്ഞ ഒരു ടൂൾ ബോക്സ് തന്നെ ഉണ്ട്. അത് വെച്ച് പെയിന്റിലില്ലേ ലൈൻ വരക്കാനുള്ള ടൂൾ, ഏകദേശം ഒരു പെയിന്റിന്റെ വിൻഡോ പോലെ അല്ലെ. ലൈൻ എടുത്തിട്ട് ക്രിയേറ്റ് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഓൾമോസ്റ്റ് എനി ആംഗിളിൽ വരക്കണമെങ്കിൽ നമ്മൾ ഈ ലൈൻ ടൂൾ യൂസ് ചെയ്യാം. ഇനി കൺസ്ട്രെയിൻഡ് ലൈൻ, ഇത് തന്നെ ഏത് ആംഗിളിലും ആണെങ്കിലും വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ലൈൻ യൂസ് ചെയ്യുന്നത്. ഇനി കൺസ്ട്രെയിൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് 45 ഡിഗ്രി ആംഗിൾ ലൈൻസ്. അങ്ങനെയുള്ള ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? കൺസ്ട്രെയിൻഡ് ലൈൻസ്. ഏതെല്ലാം? വെർട്ടിക്കൽ ആയിട്ട്, ഹൊറിസോണ്ടൽ ആയിട്ട് 45 ഡിഗ്രി ആംഗിൾസിലെല്ലാം വരക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലൈൻ ആണെങ്കിൽ എനി ആംഗിളിൽ നമുക്ക് വരക്കാം, ഏത് ഡയറക്ഷനിലും ലൈൻ യൂസ് ചെയ്ത് വരക്കാം. കൺസ്ട്രെയിൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ
വെർട്ടിക്കലി ഹൊറിസോണ്ടലി 45 ഡിഗ്രി ലൈൻസ് വരക്കാൻ വേണ്ടി മാത്രം. ഓക്കെ. റെക്റ്റാങ്കിൾ ടൂൾ. റെക്റ്റാങ്കിൾ ടൂൾ എന്തിനാണ്? ക്രിയേറ്റ്സ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ സ്പേസും ഇതൊക്കെ വരക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ടൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ക്രിയേറ്റ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ ഷേപ്പ്. ക്രിയേറ്റ്, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അന്നേരം ഈ സംഭവം എല്ലാം ഒന്ന് നോട്ടിലും എഴുതി വെച്ചാൽ അത്രയും നല്ല ക്ലാസ് കേൾക്കുമ്പോൾ അല്ല, എന്നാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടൂലേ? പിന്നെ കേൾക്കാന്ന് വിചാരിച്ചാൽ ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ക്ലാസ് എടുത്ത് തീർത്ത് വെക്കാന്ന് വെച്ചാൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഡിസ്കസ് ചെയ്യാം. റെക്റ്റാങ്കിൾ ടൂൾ എന്തിനാ? ക്രിയേറ്റ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ ഷേപ്പ്. സ്ക്വയർ റെക്റ്റാങ്കിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. റെക്റ്റാങ്കിൾ ബോക്സോ ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ഷേപ്പ്ഡ് ടെക്സ്റ്റ് ബോക്സസ്. ഈ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചാൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് മാത്രമേ കിട്ടൂലൂ. അതിനകത്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ടെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടി എന്ന് പറയുന്ന മറ്റേ ടെക്സ്റ്റ് ടൂളില്ലേ, ഈ ടൂൾ എടുത്ത് അതിനകത്ത് ഡ്രോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേർഡിൽ ബോക്സും ടെക്സ്റ്റ് ബോക്സും തമ്മിൽ വ്യത്യാസമില്ലേ? ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ടാണ് ഡയറക്റ്റ് അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ വെറുതെ ബോക്സ് ആണെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടെക്സ്റ്റ് കൊടുക്കണം. അതേപോലെ തന്നെ ഇത് റെക്റ്റാങ്കിൾ ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ വരച്ച അതേ നിമിഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലാവുമ്പോൾ ടെക്സ്റ്റ് ടൂൾ എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഓവൽ. എലിപ്സ്. ക്രിയേറ്റ് സർക്കുലർ ആൻഡ് ഓവൽ ഷേപ്പ്. സർക്കിളും ഓവലെല്ലാം വരക്കണമെങ്കിൽ എന്ത് ചെയ്യുക? എലിപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നെക്സ്റ്റ് എലിപ്സ് ടെക്സ്റ്റ് ബോക്സ്. എലിപ്സ് ടെക്സ്റ്റ് ബോക്സ് എന്തായിരിക്കും? നേരത്തെ പോലെ ഒരു എലിപ്സിനുള്ളിൽ ഡയറക്റ്റ് നമുക്കൊരു റൗണ്ട് ഷേപ്പിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഇത് നമുക്കൊരു റൗണ്ട് അഡ്വർടൈസ്മെന്റ് ആക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഓവർ ഷേപ്പിൽ ടൈപ്പ് ചെയ്യാൻ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ ഒരു കളർ ടെക്സ്റ്റ്, അങ്ങനത്തെ അഡ്വർടൈസ്മെന്റ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പബ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ? ബാനേഴ്സ് എല്ലാം. ബാനറിലെങ്കിലും ചിലപ്പോൾ ഈ പേപ്പറിലെ അഡ്വർടൈസ്മെന്റിൽ സ്റ്റാറിന്റെ ഉള്ളിലെല്ലാം എഴുതിയിട്ട് കാണുന്നില്ലേ? വേർഡിലും ചെയ്യാൻ പറ്റും. പക്ഷെ അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സ്റ്റാറിനെ നീട്ടി വെക്കാനും അങ്ങനെയില്ല. ഇതെല്ലാം ചെയ്യുന്നത് ഏതിലാണ്? പേജ് മേക്കറിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഓവൽ ഷേപ്പിലെല്ലാം ചെയ്യാം. ഇതെല്ലാം വേർഡിലും ചെയ്യാൻ പറ്റുന്നതന്നെ. പക്ഷെ പേജ് മേക്കർ കുറച്ചും കൂടി യൂസർ പേജ് മേക്കർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡിസൈനിങ്ങിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ DTP കേട്ടോ. നെക്സ്റ്റ് എലിപ്സ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ വരച്ച് അതിനകത്ത് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് എലിപ്സ് ടെക്സ്റ്റ് ബോക്സ്. എലിപ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതിനകത്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് തന്നെ ടൈപ്പ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് പോളിഗൺ. ക്രിയേറ്റ് ബേസിക് പോളിഗൺസ്. പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പം ഹെക്സഗണാ ഉള്ളത് അല്ലെ? നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് ഇഷ്ടമുള്ള ടൈപ്പ് സ്റ്റാറോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഓപ്ഷൻസ് ഉണ്ട്. അതെങ്ങനെയാന്ന് അതായത് അത് നമുക്ക് ഡ്രോ ചെയ്ത് കാണിക്കുമ്പോ മനസ്സിലാവലും. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്തിടും. നമുക്ക് ആ വിൻഡോ കിട്ടിയിട്ടില്ല പേജ് മേക്കറിന്. എൻ്റെ ലാപ്പിലില്ല പേജ് മേക്കർ. ഡൗൺലോഡ് ചെയ്താലും ആവുന്നില്ല. ഇത് വിൻഡോസ് 10 ആവുന്നില്ല. അതാണ് ഒരു പ്രശ്നം. പോളിഗൺ. ക്രിയേറ്റ് ബേസിക് പോളിഗൺസ് ക്രിയേറ്റ് ചെയ്യാം. പെന്റഗണ്, ഹെക്സഗണ് അങ്ങനെയുള്ള പോളിഗൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഓക്കെ. പോളിഗൺ ടെക്സ്റ്റ് ബോക്സ് എന്തായിരിക്കും? സെയിം ഓപ്ഷൻ. പോളിഗൺ ഉണ്ട്. അതിൻ്റെ പോളിഗണിൽ നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഇത് പോളിഗൺ ഷേപ്പ് ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹാൻഡ് ടൂള്. ഇതെന്തിനാണെന്നറിയാം? നമുക്കിങ്ങനെ വലിച്ച് ഹാൻഡ് ഒരു കൈ പോലത്തെ സിമ്പൽ വരും. നമുക്കതിനെ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഇപ്പൊ ഞാൻ സ്ക്രോൾ ചെയ്യുന്നില്ലേ, അതുപോലെ ഹാൻഡ് ടൂൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് ഹാൻഡ് ടൂൾ. പിന്നെ സൂം ചെയ്യാൻ വേണ്ടി മാഗ്നിഫൈ ചെയ്യാൻ ഇതറിയുന്നില്ലേ? അപ്പൊ ഈ ടൂൾ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിയിൽ എന്തായാലും ചോദിക്കും. ലാബിനെക്കാളും ഇമ്പോർട്ടൻ്റ് ഇത് തിയറിയിലാണ്. അപ്പൊ പോയിന്റർ ടൂള് ജസ്റ്റ് ഇതുപോലെ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഒരു 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കാം. എക്സ്പ്ലെയിൻ ടൂൾ ബോക്സ് ഇൻ പേജ് മേക്കർ. ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? പോയിന്റർ ടൂള്, ടെക്സ്റ്റ് ടൂള്, റൊട്ടേറ്റ് ടൂള്, ക്രോപ്പ് ടൂള്, ലൈൻ ടൂള്, കൺസ്ട്രെയിൻഡ് ലൈൻ ടൂള്, റെക്റ്റാങ്കിൾ ടെക്സ്റ്റ് ബോക്സ്, എലിപ്സ് ടെക്സ്റ്റ് ബോക്സ്, പോളിഗൺ ടെക്സ്റ്റ് ബോക്സ്, ഹാൻഡ് പ്ലാനിങ്. ഹാൻഡ് അല്ലെങ്കിൽ പാനിങ് എന്ന് പറയുന്നത് അല്ലെ? ഹാൻഡ് ടൂൾ അലൗസ് ദി യൂസർ ടു ഡ്രാഗ് എ പേജ്. ഡ്രാഗ് ചെയ്യാൻ പറ്റും. സൂം മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ. ഇന്ന് ഇത്രയും മതി അല്ലേ? ഒരുപാട് എടുക്കുന്നില്ല. അപ്പൊ ടൂൾ ബോക്സ് മാത്രമേ എടുത്തില്ല. ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ. അപ്പൊ കുറച്ച് അപ്പൊ കൺട്രോൾ പാലറ്റും കൂടെ പറയണം. ഇത് പറഞ്ഞ തിരിയോ?
ചെയ്താലോ, കൺട്രോൾ പാലറ്റും കൂടെ പറയാം അല്ലെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് പാലറ്റ്സ് ഇൻ പേജ് മേക്കർ? Palettes in PageMaker. PageMaker includes several palettes. Important അടുത്ത ക്വസ്റ്റ്യൻ ആണ് palette. Explain palettes in PageMaker. Palettes in PageMakerൽ ഇമ്പോർട്ടന്റ് എത്ര പാലറ്റ്സ് ഉണ്ട്? കളർ പാലറ്റ് എന്ന് പറഞ്ഞ ഒരു പാലറ്റ് ഉണ്ട്, കൺട്രോൾ പാലറ്റ് എന്ന് പറഞ്ഞ ഒരു പാലറ്റ് ഉണ്ട്, ഹൈപ്പർ ലിങ്ക് പാലറ്റ്, ലെയർ പാലറ്റ്, മാസ്റ്റർ പേജ് പാലറ്റ് ആൻഡ് സ്റ്റൈൽ പാലറ്റ്. എത്ര പാലറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട്? കളർ പാലറ്റ്സ്, കൺട്രോൾ പാലറ്റ്സ്, ഹൈപ്പർ ലിങ്ക് പാലറ്റ്, ലെയർ പാലറ്റ് ആൻഡ് മാസ്റ്റർ പേജ് പാലറ്റ്. അഡീഷണൽ ആയിട്ട് വേണ്ട. അപ്പൊ ഇതെന്നാ ഉദ്ദേശിക്കുന്നത് അറിയാം? വേർഡിൽ നമ്മൾ കളർ മാറ്റുന്നുണ്ട്, ടെക്സ്റ്റ് ബോക്സിന്റെ സൈസ് മാറ്റുന്നുണ്ട്, ഇതെല്ലാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിനല്ലോ സ്റ്റൈല് മാറ്റാൻ വേണ്ടി ഒരു പാലറ്റ്. നമ്മൾ വേർഡിൽ സ്റ്റൈല് മാറ്റുന്നില്ലേ, പിന്നെ കളർ ചേഞ്ച് ചെയ്യുന്നില്ലേ, ഫോണ്ടും ഇറ്റാലിക്സും ബോൾഡും അങ്ങനെ സൈസ് എല്ലാം മാറ്റുന്നില്ലേ, ഈ ഓപ്ഷൻസ് ആണ് എന്ത്? പേജ് മേക്കറിൽ പാലറ്റ്. അതിൽ ഫോണ്ട് ചേഞ്ചസ് എല്ലാം ചെയ്യുന്ന ഓപ്ഷൻസ് തന്നെയാണ് പേജ് മേക്കറിൽ പാലറ്റ്സ് എന്ന് പറയാം. അതിൽ കുറച്ച് വ്യത്യാസത്തിൽ പേരുണ്ട് എന്നേ ഉള്ളൂ അല്ലെ. കൺട്രോൾ പാലറ്റ് ഇൻ പേജ് മേക്കർ. ഫസ്റ്റ് നമുക്ക് കൺട്രോൾ പാലറ്റ്. കൺട്രോൾ പാലറ്റ് ഡിസ്പ്ലേ ദി പ്രോപ്പർട്ടീസ് ഓഫ് സെലക്ടഡ് പാരഗ്രാഫ്, character or object. It is a shortcut to the object, text and paragraph properties. അപ്പൊ ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ പറ്റും കൺട്രോൾ പാലറ്റ്സ് യൂസ് ചെയ്തിട്ട്. പിന്നെ പാരഗ്രാഫിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഏത്? കൺട്രോൾ പാലറ്റ് എന്ന് പറയും. ഇതാണ് കൺട്രോൾ പാലറ്റ് ഇൻ പേജ് മേക്കർ. അതിൽ ഓരോന്നെന്നാണെന്ന് പറയാം. ആദ്യം നമുക്ക് ക്യാരക്ടർ മോഡിൽ പറയാം. ഇതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. കൺട്രോൾ പാലറ്റ് ഇൻ ക്യാരക്ടർ മോഡ്. ഇപ്പൊ കൺട്രോൾ പാലറ്റ് കുറെ മോഡിലുണ്ട്. ആദ്യം നമുക്ക് കൺട്രോൾ പാലറ്റ് ക്യാരക്ടർ മോഡ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. കൺട്രോൾ പാലറ്റ് ഇൻ ക്യാരക്ടർ മോഡ്. ദി ക്യാരക്ടർ പാലറ്റ് ഈസ് ഡിസ്പ്ലേഡ് വെൻ ദി ടെക്സ്റ്റ് ടൂൾ ഈസ് സെലക്ടഡ്. അപ്പൊ ഇത് എപ്പാണ് ചെയ്യുക? നമുക്കിപ്പോ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഞാൻ എങ്ങനെയാ നമ്മൾ പേജ് മേക്കറിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞത്? ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ടി ടൂൾ എടുക്കും അല്ലെ, എന്നിട്ട് ടെക്സ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യും. ഇനിയിപ്പോ അതിന്റെ എന്തെല്ലാം മാറ്റണം? ഫോണ്ട് എല്ലാം മാറ്റണ്ടേ? ഫോണ്ട് മാറ്റണം, അതിന്റെ സൈസ് മാറ്റണം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഏത്? കൺട്രോൾ പാലറ്റ് ഇൻ പേജ് മേക്കർ. ഇതിന്റെ മെനു ബേസിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തിയറിയിൽ വേണ്ടുന്നത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കൺട്രോൾ പാലറ്റ് ഇൻ പേജ് മേക്കർ. ക്യാരക്ടർ മോഡ് എങ്ങനെയാണ് ഉള്ളത്? ദി ക്യാരക്ടർ പാലറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ ടെക്സ്റ്റ് ടൂൾ ഈ സെലക്ടഡ്. ഇത് എപ്പാ വരുക? നമ്മൾ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ വരുക. ഇറ്റ് ഹാസ് ഓപ്ഷൻ ഫോർ ചേഞ്ചിങ് ടെക്സ്റ്റിന്റെ സ്റ്റൈല് മാറ്റാം, സൈസ് മാറ്റാം, ലീഡിങ്, ട്രാക്കിങ്, വിഡ്ത്ത് ആൻഡ് കേണിങ്. ഇത്രയും ഓപ്ഷൻസാണ് ചെയ്യുന്നത്. എന്തെല്ലാം മാറ്റാം? സ്റ്റൈല് മാറ്റാം, സൈസ് മാറ്റാം, ലീഡിങ് മാറ്റാം, ട്രാക്കിംഗ് മാറ്റാം, വിഡ്ത്ത് ആൻഡ് കേണിങ് മാറ്റാം. ദർ ഇസ് എ ടോഗിൾ ബട്ടൺ ടു ഷിഫ്റ്റ് ബിറ്റ്വീൻ പാരഗ്രാഫ് വ്യൂ ആൻഡ് ക്യാരക്ടർ വ്യൂ. ഇവിടെ ഒരു ടോഗിൾ ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ക്യാരക്ടർ മോഡിൽ ഇതാ കണ്ട ടിയും പി എന്നും കാണുന്നില്ല. ഏത് രീതിയിൽ? ഇപ്പം ടി ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റിൻ്റെ അത്, പി ക്ലിക്ക് ചെയ്താൽ പാരഗ്രാഫ് സെറ്റിംഗ്സ് വരും. അപ്പൊ ദർ ഇസ് എ ടോഗിൾ ബട്ടൺ ടു ഷിഫ്റ്റ് ബിറ്റ്വീൻ പാരഗ്രാഫ് വ്യൂ ആൻഡ് ക്യാരക്ടർ വ്യൂ. ഇതാണ് കൺട്രോൾ പാലറ്റ് ഇൻ പേജ് മേക്കർ. ഇത് നിങ്ങൾ എന്തായാലും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എക്സാമിന്. ഞാൻ തിയറി പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ക്ലാസ് എടുക്കുന്നത്. ഇതാണ് കൺട്രോൾ പാലറ്റ് ഇൻ പേജ് മേക്കർ. അപ്പൊ ഇതിൽ കണ്ട ഈ ടൈംസ് ന്യൂ റോമൻ എന്നെല്ലാം പറയുന്നത് എന്നാ? നമ്മളെ ഫോണ്ടിന്റെ ഇത് മാറ്റുന്നത് അല്ലെ. പിന്നെ ഇത് നണ്ണാണ് നമ്മൾ കൊടുത്തതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. ഇത് സൈസ് ഇത് ക്യാപിറ്റലൈസ് സൈസ്, ഇത് സ്മോൾ സൈസ്. ഇതുണ്ട് ഈ സി ക്യാപിറ്റൽ, ഈ സ്മോൾ സി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ സി ആക്കാൻ ഇത് ഫോണ്ടെല്ലാം മാറ്റുന്നത്. ഇത് സൈസ്, ഫോണ്ടിന്റെ സൈസ് കൂട്ടി. അത് ലീഡിങ് വേണോ, അത് ലീഡിങ് സ്പേസ് ആഫ്റ്റർ, അങ്ങനെ ട്രാക്കിങ്, ഇതെല്ലാം എന്നാന്ന് പറഞ്ഞുതരാം.
ലീഡിങ്ങും അതായത് നമ്മൾ ടെക്സ്റ്റ് തമ്മിലുള്ള ഗ്യാപ്പ്, അതിന്റെ മുമ്പിൽ എത്ര സ്പേസ് വേണം, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. വേർഡിലാകുമ്പോൾ നമുക്ക് ടെക്സ്റ്റിന് അധികം എൻ്റർ കീ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ സ്പേസ് ബാർ എല്ലാം പ്രസ് ചെയ്യണം. ഇതിൽ അങ്ങനെയില്ല. ലീഡിങ് സ്പേസ് കൊടുക്കാൻ പറ്റും, നമ്മളെ മാർജിന് എത്ര സ്പേസ് ഇങ്ങോട്ട് ഇത് വേണം, അല്ല ടോപ്പ് മാർജിന് എത്ര വേണം, അപ്പോൾ ഒരു ടെക്സ്റ്റും വേറെ ടെക്സ്റ്റും തമ്മിലുള്ള ഗ്യാപ്പ് എത്ര വേണം, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് കേണിങ് എന്നാന്ന് പറയാം. ഏതാ കേണിങ് എന്ന് പറയുന്നത്? ഇത് അല്ലേ. അതല്ല നിങ്ങൾക്ക് അറിയാത്ത കേണിങ്. ടെക്സ്റ്റ് കേണിങ് അഡ്ജസ്റ്റ് ദി സ്പേസ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ഇൻ എ ടെക്സ്റ്റ്. ടെക്സ്റ്റ് കേണിങ് എന്നാണ് ആക്കുന്നത്? ടെക്സ്റ്റ് കേണിങ് അഡ്ജസ്റ്റസ് ദി സ്പേസിംഗ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ഇൻ എ ടെക്സ്റ്റ്. അല്ലെ, ഒരു ടെക്സ്റ്റിന്റെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ്. ഇപ്പം ഇന്ത്യ എന്നാണെങ്കിൽ ഐയും എന്നും തമ്മിലുള്ള സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ക്യാരക്ടർ തമ്മിൽ സ്പേസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? കേണിങ്. അതാണ് ഈ കേണിങ് നില്ലെടുക്കുക. നമ്മൾ ഈ ആരോ കീ പ്രസ് ചെയ്ത കേണിങ് സ്പേസ് വരും. It is selective, so you can adjust one or two characters or whole selection of text, negative numbers or move characters closer together, whereas positive numbers space them out. അപ്പൊ അങ്ങനെയില്ലേ. കേണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അതാണ് കേണിങ്. ഒരു വേർഡ് കേണിങ് കേൾക്കാത്ത വേർഡ് ആയതുകൊണ്ട് പറയുന്നതാണ് കേണിങ്. നെക്സ്റ്റ് ലീഡിങ്. ലീഡിങ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ലീഡിങ് അഡ്ജസ്റ്റ് ദി സ്പേസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ടെക്സ്റ്റ്. അല്ലെ, ടെക്സ്റ്റ് തമ്മിലില്ലേ ടെക്സ്റ്റ് ലീഡിങ് അഡ്ജസ്റ്റ് ദി സ്പേസിംഗ് ബിറ്റ്വീൻ ലൈൻസ് ഓഫ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് തമ്മിലുള്ള സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഏത്? സ്പേസിംഗ് ബിറ്റ്വീൻ ലൈൻ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മറ്റേലാണെങ്കിൽ നമ്മൾ വേർഡിൽ എന്താണ് പാരഗ്രാഫിൽ ലൈൻ സ്പേസിംഗ് കൊടുക്കുന്നതിന് പകരം ഇതിൽ ലീഡിങ് സ്പേസ് എന്നാ കൊടുക്കുക. ദിസ് ആപ്ലിക്കേഷൻ ഇൻ ലൈൻ ബൈ ലൈൻ positive and negative numbers have same effect as the no kerning, except that spacing is between the line of text. ആ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഒന്നും നോക്കണമെന്നില്ല. ഓക്കെ, പോസിറ്റീവ് ആയാലും ഇതിൽ വരുന്നത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരേ എഫക്റ്റ് എന്ന് അവർ പറയുന്നത്. ഇവിടെ നെഗറ്റീവ് വാല്യൂസും വരാം, സെയിം എഫക്റ്റ് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി സ്പേസ്. അപ്പൊ ഇതിൽ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം വരാം സെലക്ട് ചെയ്യുമ്പോൾ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ലൈൻ സ്പേസിംഗ് ആണ്. കേണിംഗ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിന്റെ ക്യാരക്ടർ തമ്മിൽ. ഇനി ട്രാക്കിംഗ്, അതേതാണ്? ഇതാണ് ട്രാക്കിംഗ്. ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ട്രാക്കിംഗ് അഡ്ജസ്റ്റ് ഹൗ ക്ലോസ്ലി ക്യാരക്ടേഴ്സ് ഫോളോസ് ഈച്ച് അതർ. വെരി ടൈറ്റ് ട്രാക്കിംഗ് ബിങ് ടെക്സ്റ്റ്. നേരത്തെ ക്യാരക്ടർ സ്പേസ് ആയിരുന്നു, ഇപ്പൊ ക്യാരക്ടർ തമ്മിൽ അടുത്തടുത്താക്കുക. അതാണ് ട്രാക്കിംഗ്. പരമാവധി ലെറ്റർ തമ്മിലുള്ള സ്പേസിങ് കുറക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? കൂട്ടുന്നതിനും കുറക്കുന്നതിനും രണ്ടും ചെയ്യാം. ടെക്സ്റ്റ് ട്രാക്കിംഗ് അഡ്ജസ്റ്റ് ഹൗ ക്ലോസ്ലി ക്യാരക്ടേഴ്സ് ഫോളോ ഈച്ച് അതർ. വെരി ടൈറ്റ്, അതിൽ തന്നെ ഇതിൽ ഈ ട്രാക്കിങ്ങിൽ നോ ട്രാക്ക് വരും, വെരി ടൈറ്റ്, ലൂസ്, വെരി ലൂസ് എന്നുള്ള പറഞ്ഞ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഈ ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഇത് കാണുന്നില്ലേ? ഈ ട്രാക്കിങ്ങിൽ നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ടൈറ്റ്, വെരി ടൈറ്റ്, ലൂസ് എന്നെല്ലാം പറഞ്ഞ ഓപ്ഷൻസ് വരും. ടെക്സ്റ്റ് ട്രാക്കിംഗ് അഡ്ജസ്റ്റ് ഹൗ ക്ലോസ്ലി ക്യാരക്ടേഴ്സ് ഫോളോ ഈച്ച് അതർ. വെരി ടൈറ്റ് ട്രാക്കിംഗ് bring text closer together, very low spread out to a bit. അപ്പൊ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഇതിൽ നമ്മൾ ക്യാരക്ടർ തമ്മിലുള്ള സ്പേസിംഗ് ആണ്. ഇത് ടൈറ്റ് ആയിട്ട് അടുത്തടുത്ത് വരാനും ശരിക്കും രണ്ടും ക്യാരക്ടർ സ്പേസിംഗിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ടൈറ്റ് ആയിട്ടും വെരി ലൂസ് അങ്ങനെയുള്ള ഓപ്ഷനിലും ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇത് വെച്ചിട്ട് കേണിങ് വെച്ചിട്ട് കൂട്ടലാണ് ശരിക്കും. നമ്മൾ വെരി ടൈറ്റ് ഇതാക്കിയിട്ട് കേണിങ് കുറച്ച് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി അടുത്ത് വരും. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരിക്കും കേണിങ്ങിൽ വരുന്നത്. നമ്മൾ ഇത് നോ ട്രാക്ക് വെച്ചിട്ട് കൊടുത്താലും അത് കുറച്ച് അടുത്തടുത്ത് വരും. ലൂസ് വെച്ചാൽ കുറച്ച് എത്ര പേര് ലൂസായിട്ട് വേണോ കേണിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യലാണ്. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റിന്റെ തമ്മിലുള്ള സ്പേസിംഗ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാന്ന് ട്രാക്ക് കേണിങ് അല്ല. ഇനി പൊസിഷൻ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെക്സ്റ്റ് പൊസിഷൻ അഡ്ജസ്റ്റ് ദി പ്ലേസ്മെന്റ് ഓഫ് ദി ടെക്സ്റ്റ് ഓൺ എ ഗിവൺ ലൈൻ. ടെക്സ്റ്റ് പൊസിഷൻ അഡ്ജസ്റ്റ് ദി പ്ലേസ്മെന്റ് ഓഫ് എ ടെക്സ്റ്റ്. എവിടെയാണോ പൊസിഷൻ ചെയ്യേണ്ടത്. അതായത് എന്നാണ് ഉദ്ദേശിക്കുന്നത്? പോസിറ്റീവ് നമ്പേഴ്സ് മൂവ് ദി ടെക്സ്റ്റ് ഇൻ ടു സൂപ്പർ ടെക്സ്റ്റ് പൊസിഷൻ എബോവ് ദി ലൈൻ. ഒരു ലൈനിന്റെ മുകളിൽ വേണമെങ്കിൽ അതിനെ പോസിറ്റീവ് നമ്പർ ആക്കുക. ആൻഡ് നെഗറ്റീവ് നമ്പർ മൂവ്സ് ഇൻ ടു ദി സബ് ടെക്സ്റ്റ് പൊസിഷൻ ബിലോ ദി ലൈൻ. അപ്പൊ ഒരു ലൈനിന്റെ മുകളിൽ വേണോ ലൈനിന്റെ താഴെ വേണോ എന്നുള്ള പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഏത്? പൊസിഷൻ എന്ന് പറയുന്ന ടാബ്. അപ്പൊ നെഗറ്റീവ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ലൈന് ബിലോ ദി ലൈന് നമുക്ക് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ എബോവ് ദി ലൈനിൽ അഡ്ജസ്റ്റ്. അങ്ങനെ ലൈനിന്റെ മുകളിലും താഴെയെല്ലാം ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഏത്? പൊസിഷൻ എന്ന് പറയുന്നത്.
കേണിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ടെക്സ്റ്റ് തമ്മിലുള്ള സ്പേസ്. ലീഡിങ് ലൈൻ ഓഫ് ടെക്സ്റ്റ് ലൈൻ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ലീഡിങ്. ട്രാക്കിംഗ് എന്താണ്? ട്രാക്കിംഗ് ആണ്. അതിൽ നോ ട്രാക്ക്, ലൂസ്, വെരി ടൈറ്റ്. അതായത് ഒരു ക്യാരക്ടർ തമ്മിൽ അടുത്ത് വേണോ ലൂസായിട്ട് വേണോ, ഈ കേണിങ്ങിന്റെ അതേ ഓപ്ഷൻ തന്നെയാണ് ട്രാക്കിങ്ങിലും വരുന്നത്. പൊസിഷൻ, ഒരു ലൈനിന്റെ മുകളിൽ ടെക്സ്റ്റ് എങ്ങനെ പോസിറ്റീവ് നമ്പർ ആവാൻ ലൈനിന്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ താഴെ. അത് ഈ നെഗറ്റീവ് പോസിറ്റീവ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സെലക്ട് ചെയ്യുന്നതാണ്. സെലക്ഷൻ വരും നമുക്ക് ഇവിടെ. ഓക്കെ. വിഡ്ത്ത്, വിഡ്ത്ത് എന്താ? ടെക്സ്റ്റ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ദി ക്യാരക്ടർ വിഡ്ത്ത് ആൻഡ് ഡസ് നോട്ട് എഫക്റ്റ് ഹൈറ്റ്. വിഡ്ത്ത്, ക്യാരക്ടർ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യും, ക്യാരക്ടറിന്റെ വിഡ്ത്ത്. അപ്പൊ ക്യാരക്ടറിന്റെ എല്ലാ സ്പേസ് കൺട്രോൾ പാലറ്റും ക്യാരക്ടർ മോഡൽ നമ്മൾ പറയുന്നത്. ഒരു ക്യാരക്ടറിന്റെ ഒരു ലെറ്ററിന് എന്തെല്ലാം മോഡിഫിക്കേഷൻ പറ്റും എന്നുള്ളതാണ് ഇത്. ബോൾഡ് ഇറ്റാലിക്സ് പറയുന്നില്ല അല്ലെ. വിഡ്ത്ത് അഡ്ജസ്റ്റ് ദി ടെക്സ്റ്റ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ദി ക്യാരക്ടർ വിത്ത് ഡസ് നോട്ട് എഫക്ട് ഹൈറ്റ്. ലാർജർ പേഴ്സൺ വൈഡർ ദി വേർഡ്. അതാണ് വിഡ്ത്ത്. വിഡ്ത്ത് നമ്മൾ ഈ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ക്യാരക്ടറിന്റെ ഹൈറ്റിനെ എഫക്ട് ചെയ്യാണ്ട് വിഡ്ത്ത് കൂട്ടിയെല്ലാം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? ഈ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ മതി. ബാക്കി ഇതിലില്ല, ഇത് പറയുന്നില്ല അല്ലെ. ഈ ഇതിൽ ഇതും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഫോണ്ട് സൈസ് മാറ്റാൻ. ഇത് ബോൾഡ്, ഇത് ഇറ്റാലിക്സ്, ഇത് അണ്ടർലൈന്, ഇത് ക്ലിയർ ഫോർമാറ്റിംഗ് ആണ്. ഇവിടെ എല്ലാം കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇത് പിന്നെ ക്യാപിറ്റലൈസ് ചെയ്യുക, ഇത് സ്മോൾ ലെറ്റർ ആക്കുക, പിന്നെ അതിന്റെ അഡീഷണൽ ഓപ്ഷൻസ് ആണ്. ഓക്കെ. ഇപ്പൊ ഈ കൺട്രോൾ പാലറ്റ്സ് ഇൻ ക്യാരക്ടർ മോഡാണ് ഇത്. കൺട്രോൾ പാലറ്റ്സ് മാത്രം ചോദിക്കലുണ്ട്. വാട്ട് ഈസ് കൺട്രോൾ പാലറ്റ്? കൺട്രോൾ പാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി കൺട്രോൾ പാലറ്റ് ഡിസ്പ്ലേസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സെലക്ടഡ് പാരഗ്രാഫ്, ക്യാരക്ടർ ഓർ ഒബ്ജക്ട്. It is a sort of shortcut to object text and paragraph properties. അപ്പൊ ഇതിൽ കൺട്രോൾ പാലറ്റും ക്യാരക്ടർ മോഡ് മാത്രമേ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. കൺട്രോൾ പാലറ്റും ക്യാരക്ടർ മോഡ്. അപ്പൊ കൺട്രോൾ പാലറ്റിൻ പാരഗ്രാഫ് മോഡിലാണെങ്കിൽ ഇതാ വരുക. ടി ടൈപ്പ് ചെയ്താലാണ് ഇതിൽ എന്താ അലൈൻമെന്റ് ടൂൾ എല്ലാം വരും അല്ലെ. കൺട്രോൾ പാലറ്റ് ഡിസ്പ്ലേസ് ഓപ്ഷൻസ് ഫോർ പാരഗ്രാഫ്, സ്റ്റൈല്, അലൈൻമെന്റ്, ഇൻഡന്റ്, സ്പേസിംഗ്, ഗ്രിപ്പ് സ്പേസിംഗ് ആൻഡ് ഗ്രിഡ് അലൈൻമെന്റ് എല്ലാം വരുന്നതാണ് ഇതിലെല്ലാം ഉണ്ട് അല്ലെ. സെന്റർ, റൈറ്റ്, ലെഫ്റ്റ്, ഇങ്ങനെയുള്ള അലൈൻമെന്റ് എല്ലാം വരുന്നത്. ഇതിന്റെ പാരഗ്രാഫിൽ അത്ര ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ടെക്സ്റ്റിന്റെ സെന്റർ അലൈൻമെന്റ്. പിന്നെ പേജ് മേക്കറിന്റെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടാക്കാം. നിങ്ങൾ സെന്റർ അലൈൻ ചെയ്യണമെന്നൊന്നും ഇല്ല. അല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് കൊണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ടൂൾ ബോക്സ് ഇൻ പേജ് മേക്കറും കൺട്രോൾ പാലറ്റ് ഇൻ പേജ് മേക്കർ ഇൻ ക്യാരക്ടർ മോഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എന്നാ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് പറയാം.